ഇനി വരാൻ പോകുന്നത് ഫുൾ മൂണാണ്. അപ്പോൾ ഈ ഫുൾ മൂണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടുന്നത്, എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടുന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഹൈറോഫന്റ്, ഓക്കെ പറയാം. ഇപ്പം ഈ ഫുൾ മൂൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് സഡൻ ചേഞ്ചസ് ആണ്, പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്, അത് വേണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പെട്ടെന്നുള്ള മാറ്റം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തതേ ഉള്ളൂ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ട, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, കൂടുതൽ നിങ്ങളൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഈഗോയെ സറണ്ടർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ ഈഗോയെ ഇല്ലാതാക്കുക എന്നാണ് മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈഗോയെ മൊത്തം ഷാറ്റർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും പെയിൻഫുള്ളായിട്ടുള്ള ലെസൺസ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ഷമ, പേഷ്യൻസും. അപ്പോൾ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളെ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ഷമ, പേഷ്യൻ്റ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നത്, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് എടുത്ത് ചാടി എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനകത്തൊരു നീതി വരുന്നുണ്ട്, ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുക. പേഷ്യൻസ്, പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കുക. ഈ ടൈം കടന്നു പോകുമെന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ എന്താണ് ഈ വീൽ എന്താണ്? ഡെസ്റ്റിനി. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ടായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ വീല് ടേണായി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും, നല്ല കാലം നിങ്ങളിലേക്ക് വരും. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നല്ല ഡെസ്റ്റിനിയുടെ കാര്യമാണ്. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട മണിയൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. താങ്ക് യു. ഹരേ കൃഷ്ണ.